എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന 3D ചിത്രം തിയേറ്ററുകളിൽ റിലീസായി കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിന്റെ ആദ്യ പ്രതികരണം എപ്പോഴാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രം സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി ലാലേട്ടൻ ചെയ്ത ചിത്രമാണ് ബറോസ് എന്ന 3D ചിത്രം. കൂടുതലായും കുട്ടികളെയും ഫാമിലിയും ആകർഷിക്കുന്ന രീതിയിലാണ് ബറോസ് ഒരുക്കിയിരിക്കുന്നതെന്ന് ലാലേട്ടൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ബറോസിന്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 9:30 ചിത്രത്തിന്റെ ആദ്യ ഷോ ഉണ്ടായിരുന്നത്. ബറോസിന്റെ ആദ്യ പ്രതികരണം, ആദ്യ റിവ്യൂ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. അതിലെ 3D ചിത്രത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറും 34 മിനിറ്റുമാണ്. ചിത്രത്തിന്റെ കൃത്യമായ റിവ്യൂസും പ്രതികരണമൊക്കെ ഒരു 12:30 ആകുമ്പോൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിലും മികച്ചൊരു ബുക്കിംഗ് ആണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ നോക്കുമ്പോൾ, അതായത് ഏകദേശം 10 മണിയോടെ നോക്കുമ്പോൾ ചിത്രത്തിന്റെ ബുക്കിംഗ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ഓരോ മണിക്കൂറിലും 3500 പരം ടിക്കറ്റുകളാണ്. ഇനി ആദ്യ ഷോ കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായം ചിത്രം നേടിക്കഴിഞ്ഞാൽ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഇതിനും മികച്ചതാകുമെന്ന് ഉറപ്പായി നമുക്ക് പറയാൻ സാധിക്കും. ചിത്രത്തിന്റെ അഡ്വാൻസ് പ്രീ ബുക്കിംഗിലൂടെ മാത്രം 1,57,00,000 രൂപ ചിത്രം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ബറോസ് എന്ന 3D ചിത്രം കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.